നമുക്ക് വീട് നമ്മുടെ കഥ തുടർന്നാലോ? ഇത് നമ്മുടെ ബ്ലൂ വൈലിൻ്റെ സ്കള്ളാണ് കേട്ടോ, തലയാണ്. ഇതാണ് നമ്മൾ കുതിര, ഹോഴ്സ്. അണ്ണാനാണ്, മലയണ്ണാൻ. വെരി ഗുഡ്. നൂല്, കയറ്. ഇതൊക്കെ ആദ്യം മുതലേ ആളുകൾ കയറുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള മരത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചില രൂപങ്ങളും ഇവിടെയുണ്ട്. വെള്ളിക്കെട്ട്. പാമ്പിന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പറക്കണ ലിസാട് പല്ലി, പറക്കണ പല്ലി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് മരത്തിൻ്റെ കൊമ്പുകൾ അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളാണ്. അത് പാത്രം ഉണ്ട്, അലമാരകളുണ്ട്. ഇതെല്ലാം മരം കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് പണ്ട് മുതലേ നമ്മുടെ പൂർവികന്മാരടക്കം ഉപയോഗിച്ച് പോന്നിരിക്കുന്ന വിത്തിനങ്ങൾ, ധാന്യങ്ങൾ എല്ലാമാണ് കേട്ടോ. അതിനകത്ത് ഒട്ടുമിക്ക ധാന്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. ഇവിടെയെല്ലാം അരിയുടെ, നെൽമണിയുടെ പല വെറൈറ്റികളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. പിന്നെ ഓരോ ധാന്യങ്ങൾക്കും ഓരോ മരങ്ങൾക്കും അതിനെ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അത് പണ്ടത്തെ ഗ്രന്ഥങ്ങളാണ് തോന്നുന്നു. അതിൻ്റെ എഴുത്തൊക്കെ കണ്ടിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറ്റുകൾ, നമ്മുടെ കടലിൻ്റെ അടിയിൽ പുറ്റുകൾ, ശംഖുകൾ, ഷെല്ലുകൾ. ഇവിടെയും പാമ്പുണ്ട് കേട്ടോ. ഇവിടെയും പാമ്പുണ്ട് കേട്ടോ. കുട്ടിത്തേവാങ്ക്. ഇതാണ്, ഇത് കോഴീനെ പോലെ ഇരിക്കണില്ല. കുട്ടിത്തേവാങ്ക്. ഒക്ടോപ്പസ്. സീ ഹോഴ്സ് ഉണ്ടോ? ഇതാണ് നമ്മുടെ കാട്ടിലെ കിങ്ങിൻ്റെ അസ്ഥി കൊടുക്കും, ഫോസിൽ. കാട്ടിലെ കിങ്ങാരാ? ലയൺ. അപ്പം ലയൻ്റെ ബോഡിയാണ്. ഇംപാലയാണ് കേട്ടോ. ഡോൾഫിൻ. ഇത് നീർനായ. വവ്വാല്, അറബിക്കുരങ്ങ്, മലയണ്ണാൻ, പറക്കണ എണ്ണാൻ.
ഇത് കുരങ്ങ്, അറബിക്കുരങ്ങ്. അറിവിക്കുഞ്ഞ് ഇത് മലയണ്ണ, മലയണ്ണ ഇത് പറക്കണ കുരങ്ങ്. പറക്കണം അണ്ണൻ പറക്കണ അണ്ണൻ. തോല പോലെ ചെങ്കണ്ണൻ. ഇവിടുത്തെ കാഴ്ചകൾ എമ്മോടുകൂടി തീരുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് അപ്സ്റ്റേറിലുണ്ട് കുറച്ച് കാണാൻ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അതൊക്കെ ചെമ്മീനും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെമ്മീനും അതുപോലുള്ള ചെറിയ കടൽ ജീവികളെയാണ് കേട്ടോ. ഞണ്ട്, ചെമ്മീൻ്റെ തന്നെ പല വെറൈറ്റികൾ, കൊഞ്ച്, ലോബ്സ്റ്റർ, അങ്ങനെയുള്ള എല്ലാം കാണാൻ സാധിക്കും. തെരണ്ടി, മീനിൻ്റെ ഐറ്റം. കുറെ നാളെ കഴിയുമ്പോൾ ഈ വളയും പുരാവസ്ഥയായി. നീലക്കോഴി, ചൂക്കൻ പാടിച്ചു, കൂമൻ. കൂമൻ്റെ മുട്ട ഇച്ചു. പ്രാവിൻ്റെ മുട്ട ഇത്രേ ഉള്ളൂ. വെള്ളക്കോഴി, മയിലിൻ്റെ മുട്ട, മയിൽ പീക്കോക്കിൻ്റെ ഇത്. പീക്കോക്കല്ല കേട്ടോ, പീക്ക് ഹെന്നാണ്. സ്വർണ്ണക്കോഴി, കാക്ക, രാജവെമ്പാലയാണ് കിങ് കോബ്ര. ആ, കിങ് കോബ്രയുടെ അസ്ഥി. അല്ല, ഇത് വേറെ കിങ് കോബ്രയുടെ അസ്ഥി, അത് വേറെ കിങ് കോബ്രയുടെ. ഇത് പാമ്പിൻ്റെ തൊലികളാണ്. വേറെ വേറെ മൂർഖൻ പാമ്പുകൾ, അണലി. ഇതൊക്കെ അണലിയാണ്. ഇത് ആമയില്ലേ, ആമയുടെ തോടാണിതൊക്കെ. ഇത് ഉടുമ്പെന്ന് പറഞ്ഞൊരു സാധനം. വർത്താനം പറയണ തത്ത മുതൽ ഫുള്ള് അതിൻ്റെ പേരറിയില്ല. നീലക്കോഴി, കഷണ്ടിക്കൊക്ക്. അതിന് തലയിൽ രോമൊന്നും ഉണ്ടാവില്ല. ചേരക്കോഴി,
വെളുത്ത ഐബിസ്, കറുത്ത ഐബിസ്. ഇതെന്താ? വെള്ള പീകോക്കാണ്. പെണ്ണല്ല, ആണ്. ആ, ആണിനാണ് ഇങ്ങനെ പീലി ഉണ്ടാവുള്ളൂ നല്ല ഭംഗിക്ക്. ഇവിടെ പെണ്ണിനെ കാണിച്ചുതരാം. പെണ്ണിനെ കാണിച്ചുതരാം. കണ്ട, ആണിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്, വാലുണ്ട്. ഇവിടെ ഒളിച്ചിരിക്കണ്ട പെണ്ണാണിത്. ഇത് പെണ്ണ്. ഇവർക്ക് വാലുണ്ടാവില്ല, പെണ്ണിന് വാലില്ല. മലമുഴക്കി വീഴാവും. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പാർക്കിലേക്ക്. ജാടി മരങ്ങൾക്കിടയിൽ കുറേ നേരം കളിച്ചു. അഞ്ചാടി കുരു പഴുക്കി. ഇത് ഞങ്ങളെ വാപ്പി നാട്ടിൽ കൊണ്ടുപോയ ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് ഞാനൊരു കഥ പറയട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.